ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്കതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും സവോളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുവാണെങ്കിൽ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. ആദ്യം നമുക്കത് അതിലോട്ടിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് മാറ്റി വെക്കണേ. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊരു ഇളം ബ്രൗൺ നിറാകുന്ന വരെയും വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ആവശ്യമേ. അതുകൂടെ അങ്ങോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെയും വഴറ്റിയെടുക്കണേ. ഒന്ന് അടച്ച് വെച്ച് വേവിക്കുവാണെങ്കിൽ സവോള പെട്ടെന്ന് വെന്ത് കിട്ടുവേ. പിന്നെ ആ സമയത്ത് നമുക്ക് ചിക്കൻ കഴുകിയെല്ലാം റെഡിയാക്കി എടുത്ത് വെക്കണേ. ചിക്കൻ നമുക്ക് കുക്കറിലിട്ട് എടുത്ത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എളുപ്പം ഉണ്ടാവും. കുക്കറിലിട്ട് 2-3 വിസിലടുപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ കിട്ടും. നമുക്ക് ചിക്കൻ കഷ്ണത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് അതിൻ്റെ ആവി മൊത്തം പോയതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ. അപ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കും. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി വയ്ക്കാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ശകലം ഗരം മസാലപ്പൊടി. ഞാനിതിലേക്ക് ചിക്കൻ മസാലയൊന്നും പാക്കറ്റ് മസാലകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളേ. പക്ഷേ പണ്ടത്തെ ആ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള പാക്കറ്റ് മസാലകളൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ വഴറ്റിയതിലേക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സവോളയൊക്കെ ഒന്ന് മാറ്റി നടുക്കൊരു കുഴി കുത്തി ഇടുവാണെങ്കിൽ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുവേ. അതിനുശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഇത് ചൂടാക്കുവാണെങ്കിൽ നമുക്കൊരു വറുത്തരച്ചൊരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. നിങ്ങൾക്ക് 1-2 നിങ്ങളുടെ ആവശ്യം പോലെ ഇടാം. ഞാനിതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ആ പൊടിയിലോട്ട് കിടന്ന് ആ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർക്കുവാണെങ്കിൽ കുറച്ച് കൊഴുപ്പ് കിട്ടും കറിക്ക്. നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ തക്കാളി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ പൊടിയൊക്കെ ചൂടാക്കുമ്പോഴും വഴറ്റുമ്പോഴും നമ്മൾ തീ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം മാത്രമേ ചൂടാക്കാവുള്ളേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ഇതായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കറി കിട്ടും. ഈ സമയത്ത് നമുക്ക് ആ കുക്കറിൻ്റെ ആവി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് തുറന്നെടുക്കാവേ. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഉടച്ച് തക്കാളി എല്ലാം കൂടി അതിലേക്കൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വഴന്ന മസാലയെല്ലാം പിടിച്ച് റെഡി ആയിട്ട് കിട്ടുവേ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഒരു സ്വല്പം പോലും വെള്ളം വെക്കാതെയാണ് ചിക്കൻ വേവിച്ചത്. അതാ ചിക്കൻ വെന്ത് വന്നതിലുള്ള വെള്ളമാണേ. നിങ്ങൾക്ക് ചാറ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ച വെള്ളവും കൂടെ കൂട്ടിച്ചേർത്ത് കറി റെഡിയാക്കാം. ഇപ്പം ഞാനിതിലേക്ക് വെള്ളമൊന്നും വേറെ ആവശ്യമാണെങ്കിൽ ചാറാക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റിൽ അറിയിക്കണം.